നമുക്കിന്ന് ടൗണിൽ പോയിട്ട് ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നേ. അതുകൊണ്ട് വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കൂടി ഇറങ്ങിയിട്ടോ. പക്ഷെ പ്രധാന ലക്ഷ്യം എന്താന്ന് വെച്ചാൽ പാൻ കേക്ക് കഴിക്കണം. പാൻ കേക്ക് വേറെ എവിടെ നിന്നും കഴിച്ചാൽ പോരാട്ടോ, നമ്മുടെ തൊക്കോട്ടുള്ള സ്ട്രീറ്റ് വാക്കിൽ നിന്ന് തന്നെ കഴിക്കണേ. എന്റെ സൗണ്ട് ഇതുവരെ ശരിയായിട്ടില്ല കേട്ടോ. നിങ്ങൾ ആ സ്കൈ ഒന്ന് നോക്കി, നല്ല രസമില്ല അത് കാണാൻ. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി മന്ദം നടന്ന് സ്ട്രീറ്റ് വാക്കിൽ എത്തിയിട്ടുണ്ട്. ഇത് ആക്ച്വലി ഈവനിങ് ആകുമ്പോഴാട്ടോ ഓപ്പൺ ആവുന്നേ. ഇവിടെ രാത്രി കാണാൻ നല്ല രസമാട്ടോ, ലൈറ്റ്സ് ഒക്കെ ഓൺ ആക്കിയിട്ട് നല്ലൊരു ആംബിയൻസ് ആണ്. ഞങ്ങൾ പോകുമ്പോഴേക്കും ഷോപ്സ് ഒക്കെ ഓപ്പൺ ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാനാണെങ്കിലേ രാത്രിക്കത്തെ ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഫോണിന്റെ ക്യാമറയുടെ ബ്രൈറ്റ്നസ് ഒക്കെ അങ്ങ് കുറച്ചിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. കുറച്ച് ഷോപ്സ് മാത്രമേ ഈ ഒരു ടൈം ആകുമ്പോഴേക്കും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആദ്യം നമ്മൾ കുടിക്കാൻ 3 ഷുഗർ കെയിൻ ജ്യൂസ് വരണേ, പിന്നെ പാൻ കേക്കിന് ഇന്ന് വെറൈറ്റീസ് ഒന്നും ഉണ്ടായിട്ടില്ല ഗൈസ്, ഓൺലി ന്യൂട്ടല്ല. അങ്ങനെ ഒരു ന്യൂട്ടല്ല പാൻ കേക്കും കൂടി പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കൂടി ഇവിടെ കാത്തിരിക്കുകയാണ് ഗൈസ്. ഷുഗർ കെയിൻ ജ്യൂസ് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടോ. 20 രൂപയുടെ ഷുഗർ കെയിൻ ജ്യൂസ് പറഞ്ഞിട്ട് 50 രൂപയ്ക്ക് നമ്മളെ ഫോൺ ചാർജിന് വെച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ മുതലാക്കി, നമുക്കും വേണ്ട എന്തെങ്കിലും ചെറിയൊരു ലാഭം. അപ്പോഴത്തേക്ക് നമ്മുടെ പാൻ കേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാട്ടോ ഇവിടെ ഐസ്ക്രീം ഒക്കെ ഇട്ടിട്ട് പാൻ കേക്ക് ഇരുന്നേ. ഇത് കണ്ടപ്പോ തന്നെ വായിന്ന് വെള്ളം വരാൻ തുടങ്ങി ഗൈസ്. ഇതിനു മുന്നേ ഇവിടുന്ന് പാൻ കേക്ക് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാട്ടോ ഇത്ര ആഡംബരമായിട്ട് നമുക്ക് പാൻ കേക്ക് കിട്ടുന്നത്. കാഷ്യൂ ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്, വാവ്. പിന്നെ കുറച്ചു നേരം ക്യാഷ് എടുക്കാനുള്ള അടിയായിരുന്നു ഗൈസ്. സത്യം പറഞ്ഞാൽ സ്പൂൺ സ്ലിപ്പായിട്ട് ക്യാഷ് കൈ കിട്ടുന്നേ ഉണ്ടായിട്ടില്ല. അങ്ങനെ അടിക്കൊടുവിൽ എല്ലാരും കൂടി ഇതൊക്കെ കഴിച്ച് തീർത്തു. ഇനിയും കുറെ നേരം ആടി ഇരുന്ന് എന്തെങ്കിലും ഒക്കെ ഓർഡർ ചെയ്യുന്നുള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മൾ കുറേ ദിവസമായിട്ട് നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിക്കുന്നതായിരുന്നേ നമ്മുടെ 4 ആളുടെ ഒരേപോലത്തെ ചെരുപ്പ് ഇതാ നോക്ക്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ബൈ.